വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ആണല്ലോ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. നമ്മുടെ തജ്വീദിന്റെ ക്ലാസ്സാണ്. അൽഹംദുലില്ലാഹ് നമ്മളിന്ന് 4-ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. തജ്വീദിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് പ്രാക്ടീസാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ് വീണ്ടും റെക്കോർഡുകൾ കേൾക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തജ്വീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തജ്വീദിന്റെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് നടന്നാലാണ് തജ്വീദ് നമ്മൾ നിയമമായി പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. തജ്വീദ് പ്രാക്ടീസ് ചെയ്യാതെ നിയമങ്ങൾ മാത്രം പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിങ്ങിന്റെ ലേണേഴ്സ് ടെസ്റ്റ് മാത്രം പഠിച്ച് വണ്ടി ഓടിക്കാൻ പോകുന്നത് പോലെയാണ്. പ്രാക്ടിക്കൽ ചെയ്യാതെ തജ്വീദ് ശരിയാവൂല. തജ്വീദ് പ്രാക്ടിക്കലോടുകൂടി ചെയ്യേണ്ടതാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. പക്ഷെ എല്ലാ വിഷയങ്ങളും പ്രാക്ടിക്കൽ വേണ്ടത് തന്നെയാണ്. നമ്മൾ ഫിഖ് ആകട്ടെ, എല്ലാ വിഷയങ്ങളും. പക്ഷെ തജ്വീദ് പ്രധാനമായിട്ടും പ്രാക്ടിക്കൽ ഇല്ലാതെ തജ്വീദ് ശരിയാകൂല. എല്ലാവരും ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വോയിസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ഞാനായിരിക്കൂല, തിരക്കുള്ളതിന്റെ പേരിൽ വേറെ സുഹൃത്ത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പരമാവധി ഇതിനെ പരിഗണിക്കുക. നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഓതി വോയിസ് ഇടുക. എന്നിട്ട് വോയിസിൽ തിരുത്താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെ കബൂലാക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അക്ഷരങ്ങളുടെ ഹറക്കത്തുകളെ കുറിച്ചാണ്. അക്ഷരങ്ങളുടെ
ഹറക്കത്തുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അറബി ഭാഷയിൽ മലയാളം പോലെ തന്നെ സ്വരത്തിന് വേണ്ടി ഈ അക്ഷരങ്ങൾ ഉണ്ടാവില്ല. സ്വരത്തിന് വേണ്ടി മാത്രമേ അക്ഷരങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന്റെ അകാരവും ഇകാരവും ഉകാരവും എല്ലാം ഹർക്കത്തുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഹർക്കത്തുകളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നത്. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. അതില് ഹർക്കത്തുകൾ 3 ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഫത്ഹുണ്ട്, കസ്റുണ്ട്, ദമ്മുണ്ട്. വായി തുറന്നുകൊണ്ട് നാവ് നേരെ വെച്ചുകൊണ്ട് ഫത്ഹ്. അതേപോലെ തന്നെ കസ്റുണ്ട്, വായി തുറന്ന് നാവ് താഴെ വെച്ചുകൊണ്ട് കസ്റ്. അതേപോലെ തന്നെ ചുണ്ടു വട്ടത്തിലാക്കിക്കൊണ്ട് ദമ്മ്. ഇങ്ങനെ 3 ഹർക്കത്തുകളാണ് ഉള്ളത്. മലയാളത്തില് 5 ഹർക്കത്തുകളുണ്ട്. കസറിന്റെയും ഫതഹിന്റെയും ഇടയിലുണ്ട്, ദമ്മിന്റെയും ഫതഹിന്റെയും ഇടയിലുള്ള ഹർക്കത്തുകളും വേറെയുണ്ട്. ഓ എന്നുള്ള സൗണ്ടും ഉണ്ട്, എ എന്നുള്ള സൗണ്ടും ഉണ്ട്. ഈ സൗണ്ടുകളൊന്നും അറബി ഭാഷയിൽ ഉണ്ടാകുന്നതല്ല. ഹറക്കത്ത് ഇല്ലാത്ത അവസ്ഥയ്ക്ക് സുക്കൂൻ എന്നാ പറയുക. ഈ സുക്കൂന്റെ അടയാളമായിട്ട് ഒരു വട്ടത്തിലൊരു അടയാളം കൊടുക്കും, ചെറിയൊരു 0 പോലെ അടയാളം. അത് സുക്കൂനാണ്. ഇത് ഹറക്കത്ത് ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ശരിക്കും. അപ്പൊ ഹറക്കത്തുകൾ 3 ഉണ്ടെങ്കിലും നമ്മൾ എണ്ണുമ്പോൾ ഈ സുക്കൂനെയും കൂടി ഹറക്കത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പരിഗണിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഷദ്ദിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഷദ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തെ ഇരട്ടിയാക്കുക. അതായത് ഒരക്ഷരത്തെ ഉച്ചരിക്കുക 2 അക്ഷരത്തെ ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന സമയം എടുത്തുകൊണ്ട്. ഒരക്ഷരം ഉച്ചരിക്കുക, പക്ഷെ ആ അക്ഷരത്തെ ഉച്ചരിക്കാൻ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സമയമെടുക്കുക. ഉദാഹരണത്തിന് അദ്ദ. അദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദാലേ ഉള്ളൂ, ഒരു ദാലിന്റെ സമയം എടുത്തിട്ടുള്ളൂ. എന്നാൽ ആ ഒരു ദാല് പറയണം, പക്ഷെ 2 ദാലുകൾ പറയാനുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട്. അദ്ദ, സ്വലി, സ്വല്ലി, ഫറു, ഫറു. റാഇനെ എന്ത് ചെയ്യണം? ഇരട്ടിയാക്കണം. 2 റാകൾ പറയുന്ന സമയം അതിനു വേണ്ടി എടുക്കണം. അപ്പോഴാണ് ഷദ് ഉണ്ടാകുക. ഷദ്ദിനെ വേണമെങ്കിൽ നമുക്ക് അക്ഷരത്തെ ഇരട്ടിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ അവസാനത്തെ ഉദാഹരണം നോക്കി, ദല്ല, ലാം. ദല എന്ന് എഴുതിയിരിക്കുന്നത് ഷദ്ദുള്ളതിന്റെ പേരിൽ ലാമിൽ അല്പം സമയം കൂടുതൽ കൊടുക്കണം. അപ്പോൾ ദല്ല. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നത്. അതേപോലെ തന്നെ അക്ഷരങ്ങൾ ഏതാണെന്നും അക്ഷരങ്ങൾ എഴുതുന്ന രൂപങ്ങളും അക്ഷരങ്ങൾക്ക് വരുന്ന ഉച്ചാരണ വ്യത്യാസങ്ങളും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ ഹറക്കത്തുകളുടെ കൂട്ടത്തിൽ മറ്റൊരു കാര്യമാണ് തെൻവീൻ. തെൻവീൻ 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 നമുക്കറിയാവുന്നതാണ്, പക്ഷെ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. പദങ്ങളുടെ അവസാനത്തിൽ എഴുത്തിലില്ലാതെ ഉച്ചാരണത്തിൽ മാത്രം ഉണ്ടാകുന്ന സുക്കൂനുള്ള നൂനിന് തെൻവീൻ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ തൻവീൻ ഒരു ഹർക്കത്തായിട്ട് ഹർക്കത്തിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് തൻവീനിനെ ഇടുക. അതായത് ഒരു ഫത്തഹിന് പകരം 2 ഫത്തഹ്, ഒരു കസറിന് പകരം 2 കസർ, ഒരു ദമ്മിന് പകരം 2 ദമ്മ്. ഇതാണ് തൻവീനിന്റെ അടയാളം. ഉച്ചാരണത്തിൽ എന്താണ് തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാക്കിനായ നൂനാണ്. കൂടുതലായി വരുന്ന പദങ്ങളുടെ അവസാനത്തിൽ കൂടുതലായി വരുന്ന ഒരു സാക്കിനായ നൂനിനാണ് തൻവീൻ പറയുക. ഇപ്പൊ ഉദാഹരണത്തിൽ നോക്കിയേ, അടിയിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളിൽ അബുൻ ഒരു പദമാണ്. അബുൻ, അബുൻ എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ബാഇന് ശേഷം നമ്മളൊരു നൂൻ, സുക്കുനുള്ള ഹർക്കത്തില്ലാത്തൊരു നൂനും കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അബു, പിന്നെ ഒരു നൂൻ, അബുൻ. ഇവിടെ യഥാർത്ഥത്തിൽ തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങളുടെ അവസാനത്തിൽ എഴുത്തിലില്ലാതെ എന്ന് പറയുമ്പോൾ എഴുത്തിൽ ഒരു കാരണവശാലും തൻവീനെ നൂനാക്കി എഴുതൂല. തൻവീൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നൂനാണ്. അതിനെ നൂനാക്കി ഒരു കാരണവശാലും എഴുതൂല. അതിനെ ഉച്ചാരണത്തിൽ മാത്രമേ കൊണ്ടുവരുള്ളൂ. പദങ്ങളുടെ അവസാനത്തിൽ എഴുത്തിലില്ലാതെ ഉച്ചാരണത്തിൽ മാത്രം ഉണ്ടാകുന്ന സുക്കൂനുള്ള നൂനിന്, വെറും നൂനല്ല, ഹർക്കത്തുള്ളതല്ല, സുക്കൂനുള്ള നൂനിനാണ് തൻവീൻ എന്ന് പറയുന്നത്.
കേൾക്കാമല്ലോ? ഓക്കെ അല്ലേ? കേൾക്കുന്നതിന് തടസ്സമുണ്ടോ? കേൾക്കാം. ഇല്ല കേൾക്കാം. ആ, അപ്പോൾ തൻവീൻ ഹർക്കത്തുകളുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണെങ്കിലും തൻവീൻ യഥാർത്ഥത്തിൽ ഒരു അക്ഷരമാണ്. അറബി ഭാഷയിലെ ചില പദങ്ങളുടെ അവസാനത്തിൽ, എല്ലാ പദങ്ങൾക്കും ഇല്ല, ചില പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന എക്സ്ട്രാ വരുന്ന, കൂടുതലായി വരുന്ന, എന്നാൽ എഴുത്തിൽ ഉണ്ടാകൂല, ലിപിയിൽ അതിൽ ഉണ്ടാകൂല, അങ്ങനെയുള്ളൊരു സുക്കുൻ സാക്കിനായ ഒരു നൂനാണ്. പക്ഷെ അത് അവിടെ ഒരു നൂൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എളുപ്പത്തിന് എന്ത് ചെയ്യും? ഹർക്കത്തുകൾ മൂന്നെണ്ണമല്ലോ, ഫതഹ്, കസ്ർ, ദമ്മ്, ഇവകളെ ഇരട്ടിയാക്കിയിടും. ഒരു ഫതഹിന് പകരം 2 ഫതഹ്, ഒരു കസറിന് പകരം 2 കസർ, ഒരു ദമ്മിന് പകരം 2 ദമ്മ്. ഇതാണ് തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നോക്കി, അബുൻ, അലിമിൻ, അലിമിൻ, കസറുള്ള മായിന് ശേഷം ഒരു സാക്കിനായ നൂനാണ് അവിടെ. അലിമിൻ, റസൂലുൻ, റസൂലുൻ. തൻവീന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് പദങ്ങളുടെ അവസാനത്തിൽ മാത്രമേ വരുള്ളൂ. മാത്രമല്ല ഉച്ചാരണത്തിൽ ഇത് എഴുത്തിൽ ഒരു നൂനായിട്ട് എഴുതപ്പെടാറില്ല, പദങ്ങളുടെ അവസാനത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ എഴുത്തിൽ ഇതിനെ നൂനായി എഴുതപ്പെടാറില്ല. അതേപോലെ തന്നെ എഴുത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഹറക്കത്തിന് എന്താക്കി കൊടുക്കും? ഇരട്ടിയാക്കി എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് തൻവീനുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ. നമുക്ക് ഈ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. താഴെ കാണുന്ന കലമുൻ, അതിന് നേരെ താഴെ നോക്കി, കലമുൻ, മുകളില് കലമുൻ കിടക്കുന്നുണ്ട്, താഴെയും കലമുൻ കിടക്കുന്നുണ്ട്. രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോക്കിയെന്ന്. മുകളിലും കലമുൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് നേരെ താഴെയും കലമുൻ എന്ന പദം എഴുതിയിട്ടുണ്ട്. മുകളിൽ ഹർക്കത്തിനെ ഇരട്ടിയാക്കിക്കൊണ്ട് 2 ദമ്മ് തൻവീൻ ഇട്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. താഴെ അതിന് എഴുതിയിരിക്കുന്നത് മീമിന് ഒരു ദമ്മും ശേഷം എക്സ്ട്രാ കൂടുതലായി ഒരു നൂൻ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. 2 രൂപത്തിലും ഉച്ചാരണം ഒരേപോലെയാണ്, എന്നാൽ എഴുത്തിലാണ് വ്യത്യാസമുള്ളത്. ഇത് കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ തൻവീൻ എന്താന്ന് നിങ്ങളെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ താഴെ കാണിക്കുന്ന രൂപത്തിൽ ഒരു കാരണവശാലും അറബി ഭാഷയിൽ എഴുതാറില്ല. നൂനിട്ടുകൊണ്ട് തൻവീൻ ഒരു കാരണവശാലും അറബിയിൽ എഴുതാറില്ല. താഴെ കാണുന്നത് പോലെ അറബിയിൽ എഴുതുക മുകളിൽ കാണുന്നത് പോലെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ വിഷയം ഓക്കെ ആണോ? സംശയങ്ങളുണ്ട് ചോദിക്കാട്ടോ. ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. കലമുൻ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അതേ കലമുൻ തന്നെ താഴെയും എഴുതിയിട്ടുണ്ട്. രണ്ടിന്റെയും ഉച്ചാരണം ഒരേപോലെയാണ്, ഉച്ചാരണത്തിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഹറക്കത്തിന് ഇരട്ടിയാക്കിക്കൊണ്ടും താഴെ എഴുതിയിരിക്കുന്നത് ഒരു ഹർക്കത്ത് കൊടുത്തിട്ട് കൂടുതലായി ഒരു സുക്കൂനുള്ള നൂനിനെ ചേർത്ത് കൊടുത്തുകൊണ്ടുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വ്യത്യാസം എഴുത്തിലാണ് വ്യത്യാസമുള്ളൂ, പക്ഷെ ഉച്ചാരണത്തിൽ വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ ഉച്ചരിക്കുമ്പോ മേളിൽ കാണുന്നത് പോലെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഉച്ചരിക്കുമ്പോ രണ്ടും ഒരേപോലെയാണ്. താഴെ കാണുന്നത് പോലെയാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷെ എഴുതുമ്പോ ഒരു കാരണവശാലും ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂനുള്ള ഒരു നൂനാണ്, പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനാണ്. പക്ഷെ എഴുത്തിൽ ഉണ്ടാകൂല. താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത് എഴുത്തിൽ അത് ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. താഴെ കാണിക്കുന്ന രൂപത്തിൽ ഒരിക്കലും അറബി ഭാഷയിൽ എഴുതപ്പെടാറില്ല. അറബി ഭാഷയിൽ തൻവീൻ എഴുതുമ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന രൂപങ്ങളിൽ എഴുതാറുള്ളൂ. ഇപ്പൊ കലമുൻ എന്ന ഉദാഹരണം നോക്കിയേ, മുകളിൽ ഖാഫ് ഉണ്ട്, അതിന് ഫതഹ് ഉണ്ട്, ലാമുണ്ട്, അതിനും ഫതഹാണ്. അതിനുശേഷം പിന്നെ മീമാണ്. മീമിന് രണ്ട് ദമ്മുണ്ട്, 2 ദമ്മ്. ഈ 2 ദമ്മിടുമ്പോഴാണ് അവിടെ തൻവീൻ ഉണ്ട് എന്ന് അറിയിക്കുക. അപ്പോൾ ഉച്ചാരണത്തിൽ അതിന് എന്ത് ചെയ്യണം? ഒരു നൂനിനെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഖലമുൻ. അതേപോലെ തന്നെ അലീമിൻ, റസൂലൻ, അദബൻ. അടിയിൽ എഴുതിയിരിക്കുന്നതും ബോൾ എഴുതിയിരിക്കുന്നതും ഉച്ചാരണം പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസം വരുന്നത് എഴുത്തിൽ മാത്രമാണ്. അപ്പം ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം? മുകളിൽ കാണിച്ചിരിക്കുന്ന ആ രൂപത്തിൽ മാത്രമാണ് അറബി ഭാഷയിൽ എഴുതപ്പെടാറുള്ളൂ. ഉച്ചരിക്കേണ്ടത് താഴെ കാണിച്ചിരിക്കുന്ന രൂപം പോലെ തന്നെയാണ്. രണ്ടിന്റെയും ഉച്ചാരണം ഒരേപോലെയാണ്. ഇതിനാണ് തൻവീൻ എന്ന് പറയുക. അത് ഫതഹിന് വരും, കസറിന് വരും, ദമ്മിന് വരും, സുക്കൂനിനും തൻവീൻ ഉണ്ടാകൂല. ഓക്കെ, ഈ വിഷയം ഓക്കെ ആയോ? അപ്പൊ നമ്മൾ ഹർക്കത്തുകൾ പഠിച്ചു, അതേപോലെ തന്നെ ഷദ്ദ് പഠിച്ചു, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇപ്പോൾ തൻവീൻ പഠിച്ചു. അപ്പൊ ചുരുക്കത്തിൽ അതുകൂടി പറയാം.
ഇതാണ് തൻവീൻ എന്താന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം വായിച്ചാൽ മതി. പദങ്ങളുടെ അവസാനത്തിൽ, അപ്പൊ അതിലൂടെ മനസ്സിലാക്കാൻ പദത്തിന്റെ ആരംഭത്തിലോ ഇടയിലോ ഒന്നും തൻവീൻ വരൂല. പദങ്ങളുടെ അവസാനത്തിൽ എഴുത്തിലില്ലാതെ, എഴുത്തിൽ ഇതിന് ഉണ്ടാകൂല, എഴുത്തിലൊരു അടയാളമാണ് കൊടുക്കുക. മഖറജ് ഈ ഹർക്കത്തിനെ ഡബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടയാളമാണ്. ഇവിടെ തൻവീനാണ്, അവിടെ നൂന് ഉച്ചരിക്കേണ്ടതാണ് എന്നൊരു അടയാളം മാത്രമാണ്. എഴുത്തിലില്ലാതെ ഉച്ചാരണത്തിൽ മാത്രം ഉണ്ടാകുന്ന സുക്കൂനുള്ള നൂനിന് തൻവീൻ എന്ന് പറയുന്നു. ഈ കാര്യം ഓക്കെ അല്ലേ? എന്നിട്ട് പറയുന്നു നോക്കിയ ഹർക്കത്തുകളെ ഇരട്ടിപ്പിച്ചു കൊണ്ടാണ് ഇതിനെ എഴുതപ്പെടുന്നത്. ഇതാണ് തൻവീന്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? വിഷയം ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇനി അടുത്ത നമ്മുടെ ഒരു വിഷയമാണ് ദീർഘാക്ഷരങ്ങള്. ദീർഘാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങള്. മലയാള ഭാഷയിൽ അതിനുവേണ്ടി അക്ഷരങ്ങളായിരിക്കില്ല, മലയാള ഭാഷയിൽ അതിനുവേണ്ടി അടയാളങ്ങളാണുള്ളത്. നീട്ടാൻ വേണ്ടി ത, താ, ബ, ബ ഇതിനുവേണ്ടി അടയാളങ്ങളാണ്. എന്നാൽ അറബിയിൽ ഇതിനു വേണ്ടി അക്ഷരങ്ങളുണ്ട്. ഹർക്കത്തിന് പുറമെ അക്ഷരങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം ഹർക്കത്തുകൾ 3 എണ്ണമാണുള്ളത്. ഫത്ഹുണ്ട്, കസ്റുണ്ട്, ദമ്മുണ്ട്. അപ്പോൾ ഓരോ ഹർക്കത്തിനും ഓരോ അക്ഷരങ്ങളാണ്. ഫത്ഹിനെ നീട്ടാൻ വേണ്ടിയാണെങ്കിൽ അവിടെ അലിഫ് വരും. കസ്റിനെ നീട്ടാൻ വേണ്ടിയാണെങ്കിൽ സുക്കൂനുള്ള യാ വരും കസ്റിന് ശേഷം. ദമ്മിനെ നീട്ടാനാണെങ്കിൽ ദമ്മിന് ശേഷം സ്വാക്കിനായ സുക്കൂനുള്ള വാവ് വരും. ഇങ്ങനെ 3 ഹർക്കത്തുകൾക്ക് 3 അക്ഷരങ്ങളാണ് ഉപയോഗിക്കപ്പെടുക നീട്ടാൻ വേണ്ടി. ഇതിൽ അലിഫ് എന്ന അക്ഷരം നീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു അക്ഷരമാണ്. അലിഫിൽ ഹർക്കത്ത് വരാറില്ല. മാത്രമല്ല ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെല്ലാം സുക്കൂനോട് കൂടിയായിരിക്കും വന്നിരിക്കുക. അലിഫിൽ ആണെങ്കിൽ ഹർക്കത്ത് വരാറേ ഇല്ല. എപ്പോഴെങ്കിലും അലിഫിൽ ഹറക്കത്ത് വന്നു കഴിഞ്ഞാൽ, അലിഫിൽ എവിടെയെങ്കിലും ഫത്തഹോ കസ്റോ ദമ്മോ ഉണ്ടെങ്കിൽ അത് അലിഫ് അല്ല, അത് ഹംസയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫത്ഹിനെ നീട്ടാൻ അലിഫ് വരും, കസ്റിനെ നീട്ടാൻ യാ വരും, ദമ്മിനെ നീട്ടാൻ വാവ് വരും. യാവും വാവും അലിഫും ഈ 3ഉം സുക്കൂനുള്ളതായിരിക്കും, ഹറക്കത്ത് ഉണ്ടാവുകയില്ല. ഉദാഹരണം നോക്കാം. ഹർക്കത്തുകളെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ 3 ആകുന്നു. ഫത്ഹ്, അലിഫിനെ നീട്ടാൻ അലിഫ് ഫത്തഹിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കും. സുക്കൂനുള്ള യാ കസ്റിനെ നീട്ടാൻ വേണ്ടി, സുക്കൂനുള്ള വാവ് ദമ്മിനെ നീട്ടാൻ വേണ്ടി. ഇങ്ങനെ നീട്ടാൻ വേണ്ടി അറബി ഭാഷയിൽ 3 അക്ഷരങ്ങളാണ് ഉപയോഗിക്കപ്പെടുക. അത് ഹർക്കത്തുകൾ 3 ആകുമ്പോൾ ആ ഹർക്കത്തുകൾ തന്നെയാണല്ലോ നീട്ടേണ്ടത്. ബ ബ, ത ത, സി സി, ജു ജു. അപ്പോൾ ഹർക്കത്തിന് 3 ഉള്ളതിന്റെ പേരിൽ ആ ഹർക്കത്തിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും 3 എണ്ണമാണ്. ഓക്കെ അല്ലേ വിഷയം? അതിന്റെ ഉദാഹരണങ്ങൾ നോക്കിയേ. ഖാഫിന് ശേഷം, ഖാഫിന് ഫത്ഹ ഉണ്ട്, ഖാഫിന് ശേഷം അലിഫ് വന്നേക്കാണ്. ഖലു എന്നല്ല പറയേണ്ടത്, ഖാലു. ലാമിന് ദമ്മുണ്ട്, ലാമിന് ശേഷം സുക്കൂനുള്ള വാവുണ്ട്. ഖാലു ഖാലു. ഖലു എന്ന് ഹർക്കത്തുണ്ട്, അതിന് ഖാഫിന് ശേഷം അലിഫുള്ളതിന്റെ പേരിൽ ഖ. ലാമിന് ദമ്മുണ്ട്, അപ്പൊ ലു ആണ്, അതിന് നീട്ടാൻ വേണ്ടി ലൂ. ഖാലു. അതേപോലെ തന്നെ ഇയ്യാക, ഇയ്യാക. നോക്കിയേ, യാഇന് ശേഷം അലിഫുണ്ട്, യാഇന് നീട്ടാൻ വേണ്ടി യാഇന് ശേഷം ഒന്നുണ്ട്, അലിഫുണ്ട്. ഈ ആരംഭത്തിൽ കിടക്കണുണ്ടില്ലേ ഈ, അത് എഴുത്തിൽ അലിഫാണെങ്കിലും ഉച്ചാരണത്തിൽ അത് ഹംസയാണ്, അത് അലിഫല്ല അക്ഷരം. ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അറബി ഭാഷയിൽ ഹംസ എഴുതുന്നതിനൊരു കൃത്യമായ സ്ഥിരമായൊരു രൂപമില്ല. പലപ്പോഴും അലിഫ് ഇട്ടുകൊണ്ട് എഴുതും, പലപ്പോഴും യാ ഇട്ടുകൊണ്ട് എഴുതും, പലപ്പോഴും വാവ് ഇട്ടുകൊണ്ട് എഴുതും, ചിലപ്പോൾ ഇവകളൊന്നും ഇല്ലാതെ വെറുതെ ഐനിന്റെ തല മാത്രം എഴുതി ഹംസയാണെന്ന് സൂചിപ്പിക്കുന്ന പല രൂപങ്ങളിലും എഴുതും. അപ്പോൾ ഇവിടെ ഈ ആരംഭത്തിൽ ഈ എന്ന് കാണുന്നത് അലിഫ് അല്ല, അത് ഹംസയാണ്. എന്നാൽ യാഇന് ശേഷം പറയുന്നുണ്ടല്ലോ യാ, ഇയ്യാ, അതാണ് അലിഫ്. അതേപോലെ തന്നെ മാലിക്കി, മാലിക്കി. മാലിക്കി പറയുമ്പോൾ മീമിന് ഫത്ഹ ഉണ്ട്, ആ ഫത്ഹിനെ നീട്ടാൻ വേണ്ടി എന്തുണ്ട്,
ഒരു അലിഫുണ്ട്. മാലിക്കി, റഹീം, റഹീമി. ഹായിന് കസറുണ്ട്. ആ കസറിനെ നീട്ടാനായിട്ട് സുക്കൂനുള്ള യാ വന്നിരിക്കുകയാണ്. റഹീമി. ഇനി അടിയിലുള്ള അവസാനത്തെ ഉദാഹരണം നോക്കി, അതിൽ മൂന്ന് മദ്ദിനക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. നൂ ഹൈ ഹ, നൂ ഹൈ ഹ, മൂന്നെണ്ണം വന്നിട്ടുണ്ട്. നൂനിന് ദമ്മാണ്, ദമ്മന് നീട്ടാൻ സുക്കൂനുള്ള വാവ്. ഹായിന് കസറാണ്, ആ ഹായിനെ നീട്ടാൻ വേണ്ടി സുക്കൂനുള്ള യാ. അതേപോലെ തന്നെ ഹായിന് ഫത്ഹുണ്ട്, ആ ഫത്ഹിനെ നീട്ടാനായിട്ട് അലിഫ് വന്നു. നൂ ഹൈ ഹ. ഇനി എത്ര നീട്ടണം? ഇതിന് അളവ് വേണ്ട. നീട്ടണതിന് അളവുണ്ട്. ഒരു അക്ഷരത്തെ ഉച്ചരിക്കേണ്ട അളവ്. ഇപ്പൊ നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയൊരു ഡ്യൂറേഷൻ നമ്മൾ മനസ്സിൽ കണക്കാക്കണം. നു എന്ന് പറയുമ്പോൾ ആ നു എന്ന് പറയാൻ വേണ്ടി എത്ര ടൈം എടുത്തോ അത്രയും കൂടി ടൈം നീട്ടാൻ വേണ്ടി കൊടുക്കണം. നു നു നു, ഹൈ ഹൈ, ഹ ഹ. അത് കൂടാൻ പാടില്ല. അതായത് ഒരക്ഷരത്തിന്റെ അളവാണ് നീട്ടേണ്ടത്. അതായത് ഒരക്ഷരം ഉച്ചരിക്കാൻ എത്ര സമയമാണോ എടുക്കുന്നത് സാധാരണ, ആ സമയമായിരിക്കണം നീട്ടാനും വേണ്ടി ഉപയോഗിക്കേണ്ടത്. കലു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ കാഫിന് ശേഷം അലിഫ് ഇല്ല എന്ന്, കലു. എന്നാൽ അവിടെ അലിഫ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു അല്പം നീട്ടേണ്ടി വരും. ഖാലു. നമുക്ക് രണ്ട് രൂപത്തിൽ പറയാം. അവിടെ ഒരു മദ്ദിന്റെ അക്ഷരം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എത്ര നീട്ടണമോ അത്ര മാത്രം നീട്ടിയാൽ മതി. ഖാലു അത്ര നീട്ടേണ്ട ആവശ്യമില്ല. ഒരു മദ്ദിന്റെ അക്ഷരം അലിഫ് അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ എത്ര അളവാണോ നീട്ടേണ്ടത്, നമുക്ക് അവിടെ അലിഫ് ഉണ്ടെന്ന് തോന്നുന്നതിന് എത്ര ചുരുങ്ങിയത് നീട്ടണമോ ആ അളവ് മാത്രം അവിടെ എന്ത് ചെയ്താലും മതി, നീട്ടിയാൽ മതി. മാലിക്ക്, മാലിക്ക് പറയേണ്ട ആവശ്യമില്ല. മലിക്ക് പറഞ്ഞാലും ആകൂല. മലിക്ക് എന്ന് പറയുമ്പോൾ അവിടെ അറിയാം അവിടെ അലിഫ് ഇല്ല എന്ന്. അപ്പോൾ അല്പം നീട്ടി പറയണം. മാലിക്ക്. ഒരു അലിഫ് അവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള അളവ്. പണ്ഡിതന്മാർ പറയുന്നത് ഒരു അക്ഷരം ഉച്ചരിക്കേണ്ട അളവ് കൂടുതലായി നീട്ടുക. മദ്ദിനക്ഷരം വന്നു കഴിഞ്ഞാൽ തൊട്ടു മുമ്പുള്ള ഹറക്കത്തിനെ ഒരക്ഷരം കൂടി ഉച്ചരിക്കേണ്ട ആ സമയം കൂടുതലായി എന്ത് ചെയ്യണം, നീട്ടണം. ഇതാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ. ഇത് ഓക്കെയാണ് വിഷയം. ഇപ്പൊ നമ്മൾ ഹർക്കത്തിന്റെ പാഠത്തിലെ ഹർക്കത്തുകൾ മൂന്നെണ്ണം പഠിച്ചു. ഫത്ഹ്, കസ്ർ, ദമ്മ്. അതേപോലെ തന്നെ ഹർക്കത്ത് ഇല്ലാത്ത അവസ്ഥയ്ക്ക് സുക്കൂനാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതേപോലെ തന്നെ നമ്മള് ഹർക്കത്ത് ഒരു അക്ഷരത്തെ ഇരട്ടിപ്പിക്കുന്ന ഷദ് എന്ന രൂപം മനസ്സിലാക്കിയിരുന്നു. ഷദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരത്തെ ഉച്ചരിക്കുക, രണ്ടക്ഷരം ഉച്ചരിക്കേണ്ട സമയം എടുത്തുകൊണ്ട്, ഇതാണ് ഷദ്. അതിനെ അക്ഷരത്തെ ഇരട്ടിപ്പിക്കുക എന്ന് വേണ്ടി നമുക്ക് മലയാളത്തിൽ പറയാം. അതേപോലെ തന്നെ തൻവീനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. തൻവീൻ ചില പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനാണ്. എഴുത്തിൽ അതുണ്ടാകുമല്ലോ, എഴുത്തിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ഹർക്കത്തിനെ ഇരട്ടിയാക്കി എഴുതിയിട്ടുണ്ടാകും. ഫത്തഹ് ആണെങ്കിൽ ഡബിൾ ഫത്തഹ്, കസറാണെങ്കിൽ 2 കസർ, ദമ്മാണെങ്കിൽ 2 ദമ്മ് എന്ന രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഉച്ചാരണത്തിൽ അതിന് ഉച്ചരിക്കേണ്ടത് സുക്കൂനുള്ള ഒരു നൂനായിട്ടാണ്. അതിന്റെ രൂപങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അത് എങ്ങനെ 2 രീതിയിലും ഉച്ചാരണം എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന മുകളിലുള്ള എഴുതിയിരിക്കുന്നതും താഴെ എഴുതിയിരിക്കുന്നതും രണ്ടിന്റെയും ഉച്ചാരണം ഒരേപോലെയാണ്. എന്നാൽ എഴുത്തിലാണ് വ്യത്യാസമുള്ളത്. താഴെ കാണുന്ന പോലെ ഒരിക്കലും എഴുതാറില്ല, എഴുതുന്നത് മുകളിൽ കാണുന്ന രൂപത്തിലാണ്. അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദീർഘാക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ നീട്ടുക എന്നാണ് അർത്ഥം. അറബി ഭാഷയിൽ മദ്ദ മുദ്ദു, മദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുക. മലയാളത്തിൽ ദീർഘാക്ഷരങ്ങൾ എന്ന് പറയും. 3 ഹറക്കത്തുകളാണല്ലോ ഉള്ളത്. അപ്പോൾ 3 ഹറക്കത്തുകളെ നീട്ടാൻ വേണ്ടി ഓരോരോ അക്ഷരങ്ങൾ. ഫത്ഹിനെ നീട്ടാനായിട്ട് അലിഫുണ്ട്, ദമ്മിനെ നീട്ടാനായി വാവുണ്ട്, കസ്റിനെ നീട്ടാനായിട്ട് യാ ഉണ്ട്. ഇങ്ങനെ 3 ഹറക്കത്തുകളാണുള്ളത്. അതിനുശേഷം ആ ഹറക്കത്തുകളുടെ ആ മദ്ദിന്റെ അക്ഷരങ്ങളെ എത്ര അളവിലാണ് നീട്ടേണ്ടത് എന്ന കാര്യവും പറഞ്ഞിരുന്നു. അവിടെ ഒരു മദ്ദിന്റെ അക്ഷരം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എത്ര നീട്ടണമോ അത്രമാത്രം എന്ത് ചെയ്താലും മതിയാകും, നീട്ടിയാൽ മതിയാകുന്നതാണ്. ഓക്കെ അല്ലേ? കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി നമ്മുടെ അടുത്തൊരു വിഷയം, പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കണം പുതിയതായിട്ട്. അത് മഖ്റജ് എന്ന് പറയും. മഖ്റജ് അല്ലെങ്കിൽ മഖാരിജ്.
ഓക്കെ അല്ലേ? കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കാണുന്നതിനും കേൾക്കുന്നതിനും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മഖ്റജ് അതിന്റെ ബഹുവചനമാണ് മഖാരിജ്. അറബിയിൽ മഖാരിജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം മഖ്റജുകൾ എന്നാണ്. മഖ്റജ് എന്ന പദത്തിന് അറബി ഭാഷയിൽ അർത്ഥം അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനം എന്നാണ്. അക്ഷരങ്ങളുടെ അല്ല, മഖ്റജ് എന്ന പദത്തിന് വെറും അർത്ഥം പുറപ്പെടുന്ന സ്ഥലം എന്നാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം, പുറപ്പെടുന്ന സ്ഥലം. നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് വിമാനത്തിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന സ്ഥലത്ത് അല്ല ഖുറൂജ് എന്ന് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മഖ്റജ് എന്ന് എഴുതിയിട്ടുണ്ടാകും എക്സിറ്റ് എന്നതിന് അറബിയിൽ. അപ്പോൾ പുറത്തേക്ക് വരുന്ന സ്ഥലം എന്നാണ് അർത്ഥം. മഖ്റജിന്റെ അർത്ഥം പുറത്തേക്ക് വരുന്ന സ്ഥലം. തജ്വീദിൽ നമ്മൾ മഖ്റജ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്ന സ്ഥലം. നമുക്കറിയാം നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന കാറ്റ്. നമുക്കറിയാം 2 തരത്തിലാണ് ശ്വാസകോശം പ്രവർത്തിക്കുക. ഒന്ന് ഇൻഹെയിൽ ചെയ്യും, പിന്നെ എക്സെയിൽ ചെയ്യും. ശ്വസിക്കുന്നു, ഉച്ഛ്വസിക്കുന്നു. അകത്തേക്ക് കാറ്റെടുക്കുന്നു, വെളിയിലേക്ക് കാറ്റിനെ വിടുന്നു. ഇതിന്റെ ഈ 2 പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്വാസകോശം വർക്ക് ചെയ്യാൻ വേണ്ടി. ഞാനിത് പറയുന്നത് എങ്ങനെയാണ് അക്ഷരങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന, ഉച്ഛ്വസിക്കുന്ന, എക്സൈൽ ചെയ്യുന്ന ഈ വായു, പുറത്തേക്ക് വരുന്ന വായുവിനെ തൊണ്ടയിൽ വോക്കൽ കോഡ്സ് ഉണ്ട്. ചെറിയൊരു പാട പോലെ ഇരിക്കുന്ന ചെറിയ ഒരു മസിൽസ് ഉണ്ട്. ഈ മസിൽസ് പുറത്തേക്ക് വരുന്ന കാറ്റിൽ ചെറിയ തോതിലൊരു വൈബ്രേഷൻ ഉണ്ടാക്കും, ചെറിയ തോതിലൊരു വിറയൽ ഉണ്ടാക്കും. അപ്പോഴാണ് ശബ്ദം രൂപപ്പെടുന്നത്. എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശബ്ദങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് ലങ്സിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും ഉച്ഛ്വസിക്കുന്ന, എക്സൈൽ ചെയ്യുന്ന, വെളിയിലേക്ക് വരുന്ന ആ ഒരു വായു, ആ വായുവിനെ വോക്കൽ കോഡ്സ്, അതിന് അറബിയിൽ ഔത്താറ സൗത്തിയ എന്ന് പറയും. വോക്കൽ കോഡ്സ് ഒരു ചെറിയൊരു ഡോറ് പോലെയാണ്, 2 സൈഡിൽ നിന്ന് ഒരു ഡോറ് പോലെ അടയുന്ന ഒരു വസ്തുവാണ് അത്. ആ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യും. ആ വോക്കൽ കോഡ്സ് ഈ വായുവിൽ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോഴാണ് ശബ്ദം രൂപപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും ഒച്ച അടയാറില്ലേ, ശബ്ദം അടയാറില്ലേ? അത് ഈ എന്തെങ്കിലും ഇൻഫെക്ഷന്റെ പേരിലൊക്കെ ഈ വോക്കൽ കോഡ്സ്, ആ മസിൽസിന് ചെറിയ നീർവീക്കം വരുമ്പോഴാണ് ശബ്ദം അടയുന്നത്. അപ്പോൾ വോക്കൽ കോഡ്സ് ശബ്ദം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ശ്വാസകോശത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ആ ഒരു വായുവിൽ വോക്കൽ കോഡ്സ് വൈബ്രേഷൻ, ഒരു വിറയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശബ്ദമുണ്ടായി. ഈ ശബ്ദത്തെ പിന്നീട് വ്യത്യസ്ത അക്ഷരങ്ങളാക്കുന്ന ജോലിയാണ് മഖ്റജുകൾ എടുക്കുന്നത്. പിടികിട്ടിയോ? അക്ഷരങ്ങൾ ഉണ്ടാകുന്ന ടെക്നിക്ക്, സയന്റിഫിക്കലായുള്ള ടെക്നിക്ക് അതാണ്. അതായത് ശ്വാസകോശത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന വായു, എക്സൈൽ ചെയ്യുന്ന ആ ഒരു എയർ, ആ എയറിൽ തൊണ്ടയിലുള്ള വോക്കൽ കോഡ്സ് ഒരു ഡോറ് പോലെയാണ്, 2 സൈഡിൽ നിന്ന് അടയുന്ന ഒരു ഡോറ് പോലെയാണ്. ഈ വോക്കൽ കോഡ്സ് വൈബ്രേഷൻ സൃഷ്ടിക്കും. ഈ വൈബ്രേഷനിലൂടെ നമ്മുടെ സൗണ്ടിൽ വേവ്സുകൾ നമ്മുടെ പുറത്തേക്ക് വരുന്ന എയറിൽ വേവ്സുകൾ ഉണ്ടായി മാറും. ആ തരംഗങ്ങളാണ് അതാണ് പിന്നെ ശബ്ദമായി നമ്മൾ കേൾക്കുന്നത്. ആ ശബ്ദങ്ങളെ, ഈ ശബ്ദത്തെ ഓരോ അക്ഷരങ്ങളാക്കി മാറ്റുന്ന ജോലിയാണ് മഖ്റജുകൾ ചെയ്യുന്നത്. ആർട്ടിക്കുലേഷൻ പോയിന്റ്സ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ നമുക്കറിയാം അറബി ഭാഷയിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു 29 അക്ഷരങ്ങളാണ് ഉള്ളത് അല്ലെ? 29 അക്ഷരങ്ങളല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? എഴുത്തിൽ 28 ഉള്ളൂ, എന്നാൽ ഉച്ചാരണത്തിൽ 29 അക്ഷരങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ സ്വരങ്ങളും ഏകദേശമൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ 29 അക്ഷരങ്ങൾക്കും ഓരോന്നിനും വ്യത്യസ്ത സ്വരങ്ങളാണുള്ളത്. 29 അക്ഷരങ്ങൾക്കും വ്യത്യസ്ത സ്വരങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം ഇത് ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് 29 അക്ഷരങ്ങൾക്കും 29 മഖ്റജാണ്. 29 അക്ഷരങ്ങൾക്ക് 29 മഖ്റജാണ് വേണ്ടത്. കാരണം ഓരോ ശബ്ദവും വേറെയാണ്. നമ്മുടെ മുമ്പിൽ ഒരു മ്യൂസിക്കിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പിയാനോ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ഓരോ സ്വിച്ചിനും ഓരോ സൗണ്ടുകളായിരിക്കും. എന്നതുപോലെ പോലെ നമ്മുടെ വായിലും തൊണ്ടയിലൊക്കെ ആയിട്ട് പരന്ന് കിടക്കുന്ന പല പല സ്ഥലങ്ങളുണ്ട്. ഓരോ പോയിന്റ്സിനും ഓരോ സൗണ്ടുകളുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ പോയിന്റിൽ നിന്ന് കറക്റ്റായി ഉച്ചരിക്കുമ്പോഴാണ് ആ ശബ്ദം ആ അക്ഷരത്തിന്റെ ശബ്ദം വളരെ ക്ലിയർ ആകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത്
ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അത് ഏത് സ്ഥലത്ത് നിന്നാണ് കൃത്യമായി ഉച്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഉച്ചരിച്ച് പരിശീലിക്കുമ്പോഴാണ് ആ അക്ഷരം കൃത്യമായ രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ മഖ്റജ് പഠിക്കൽ വളരെ പ്രധാനമാണ്. മഖ്റജ് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യണം. ഓരോ അക്ഷരങ്ങളും അതാതിന്റെ സ്ഥാനങ്ങളിൽ നിന്നും ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്യലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് അറബി ഭാഷയുടെ ഏറ്റവും ബേസിക് ആണ്. പ്രത്യേകിച്ച് തജ്വീദ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് കാര്യമാണ് ഓരോ അക്ഷരങ്ങളും എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക, അതിനെ അപ്രകാരം തന്നെ ഉച്ചരിച്ച് എന്ത് ചെയ്യുക, പരിശീലിക്കുക. ഇനി മഖ്റജുകൾ എന്താണ്? മഖ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനത്തിന് മഖ്റജ് എന്ന് പറയുന്നു. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയപ്പെടുക. 5 മേഖലകളിലാണ് മഖ്റജുകൾ ഉണ്ടാകുന്നത്. മഖ്റജുകളെ 5 മേഖലകളിൽ നിന്നാണ് മഖ്റജുകൾ ഉണ്ടാകുന്നത്. തൊണ്ട, വായ്, നാവ്, ചുണ്ടുകള്, മൂക്ക്. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ നിന്നാണ് മഖ്റജുകൾ വരിക. അതായത് ഈ മഖ്റജ് ഈ 5 സ്ഥലങ്ങളാണെന്നല്ല, ഈ 5 സ്ഥലങ്ങളിൽ നിന്നാണ് പല പല മഖ്റജുകൾ ഉത്ഭവിക്കുന്നത്. തൊണ്ടയിൽ നിന്ന് കുറച്ച് മഖ്റജുകൾ ഉണ്ടാകും, വായിൽ നിന്നും കുറച്ച് മഖ്റജുകൾ ഉണ്ടാകും, നാവിൽ നിന്ന് കുറച്ച് മഖ്റജുകൾ ഉണ്ടാകും, ചുണ്ടിൽ നിന്നും കുറച്ച് മഖ്റജുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മൂക്കിന്റെ ഉള്ളിലുള്ള ഭാഗം, മൂക്കിന്റെ വെളിയിലുള്ള ഭാഗമല്ല, മൂക്കിന്റെ ഉള്ളിലുള്ള ഭാഗത്തിൽ നിന്നും മഖ്റജുകൾ ഉണ്ടാകും. പ്രധാനമായും ഈ 5 മേഖലകളിൽ നിന്നാണ് മഖ്റജുകൾ രൂപപ്പെടുന്നത്. ഇനി മഖ്റജുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാം. നോക്കിയേ, 3 നമ്മുടെ വായുടെ ക്രോസ് സെക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ നിങ്ങൾക്ക് മനസ്സിലാകാം. തൊണ്ട, നീല കളറിൽ കാണിച്ചിരിക്കുന്ന തൊണ്ട. അതേപോലെ തന്നെ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന വായിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ലിപ്സിന്ന് ചുണ്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാവ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂക്കിന്റെ ഉൾഭാഗവും കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിലുള്ള 29 അക്ഷരങ്ങളും പുറപ്പെടുന്നത്. ഈ പ്രധാന മേഖലകളിലായിട്ടാണ് മഖ്റജുകൾ ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് മഖ്റജുകൾ 17 ഉണ്ട്. അറബി അക്ഷരങ്ങൾക്ക് 17 മഖ്റജുകളാണ്. 29 അക്ഷരങ്ങൾക്ക് 17 മഖ്റജാണുള്ളത്. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾ 17 മഖ്റജുകളിൽ നിന്നാണ് പുറപ്പെടുക. 29 അക്ഷരങ്ങളുണ്ട്, 17 മഖ്റജിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പൊ സംശയം വരും, അതെങ്ങനെ 29 അക്ഷരങ്ങൾ 17 മഖ്റജിൽ നിന്ന് പുറപ്പെടുക? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്കൊക്കെ ഒരേ മഖ്റജ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ജീം ഷീൻ യ, ജീം ഷീൻ യ, 3ന്റെയും മഖ്റജ് നാവിന്റെ മധ്യവും നേരെ മേൽഭാഗവുമാണ്. 3ന്റെ മഖ്റജ് ഒന്നാണ്. അതേപോലെ തന്നെ ഐൻ ഹ, ഐൻ ഹ, ഇവ 2ന്റെയും മഖ്റജ് ഒന്നാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ഗൈൻ ഖാ, മഖ്റജ് ഒന്നാണ്, തൊണ്ടയുടെ മേൽഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ പക്ഷെ ഇവിടെ സൗണ്ട് വ്യത്യാസമുണ്ട്. അതിന്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ചില അക്ഷരങ്ങളെല്ലാം ഒരേ മഖ്റജിൽ നിന്ന് തന്നെ പല അക്ഷരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 29 അക്ഷരങ്ങൾക്ക് 17 മഖ്റജുകൾ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടം വരെ വിഷയങ്ങൾ മനസ്സിലായോ? അതിനുശേഷം നമ്മൾ മഖ്റജുകൾ 1 മുതൽ 17 വരെ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി എന്ത് ചെയ്യും, പഠിക്കും. ഇന്നത്തെ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ചില അക്ഷരങ്ങൾ നമ്മുടെ മലയാളത്തിലും ഉണ്ടാകും. ഉദാഹരണത്തിന് താ മലയാളത്തിലും അറബിയിലും ത ഉണ്ട്. പക്ഷെ 2ന്റെയും മഖ്റജുകളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോഴാണ് സൗണ്ടിൽ, ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം വരുന്നത്. മലയാളത്തിലും ത ഉണ്ട്, അറബിയിലും ത ഉണ്ട്. 2ന്റെയും ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം. മലയാളത്തിൽ തായാണുള്ളത്, ത. അറബിയിൽ ത ആണുള്ളത്, ത. അല്പം കാറ്റോട് കൂടി പറയണം. അപ്പൊ മഖ്റജിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതിന്റെ പേരിൽ തന്നെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. വേറൊരു ഉദാഹരണമാണ് വാവ്. മലയാളത്തിലും വാവുണ്ട്, അറബിയിലും വാവുണ്ട്. എന്നാൽ മലയാളത്തിൽ അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മഖ്റജ് അല്ല അറബിയിലുള്ളത്. മലയാളത്തിൽ നമ്മൾ വാ പറയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മുകളിലുള്ള 2 മുൻപല്ലുണ്ടല്ലോ, ആ 2 മുൻപല്ലിന്റെ താഴ്ഭാഗം താഴത്തെ ചുണ്ടിന്റെ നനവുള്ള ഭാഗത്ത് മുട്ടിച്ചുകൊണ്ടാണ് വാവ് പറയുന്നത്. മുകളിലുള്ള 2 മുൻപല്ലുണ്ട്, ആ മുൻപല്ലിന്റെ ഏറ്റവും താഴത്തെ അറ്റം, താഴത്തെ അഗ്രം താഴെ ചുണ്ടിനെ ഉൾഭാഗത്ത് മുട്ടിച്ചുകൊണ്ടാണ് വാ പറയുക മലയാളത്തില്. എന്നാൽ അറബിയിൽ അങ്ങനെയല്ല. അറബിയില് 2 ചുണ്ടുകളും വട്ടത്തിലാക്കിക്കൊണ്ട് വായാണ് പറയുക, വ.
അപ്പൊ അക്ഷരം ഏകദേശം ശബ്ദം ഒരേപോലെയാണെങ്കിലും മലയാളത്തിലുള്ള മഖ്റജ് അല്ല അറബിയിൽ വരിക. അപ്പോൾ ശബ്ദത്തിലും ചെറിയ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിഷയം ഓക്കെ ആണല്ലോ. ഓക്കെ. ഇന്ന് നമ്മള് ഹർക്കത്തുകളെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ മഖ്റജുകളെ കുറിച്ചുള്ള ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ അതില് ചില അക്ഷരങ്ങളൊക്കെ ഒരേ മഖ്റജുകളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നെ മഖ്റജുകൾ എന്തുകൊണ്ട് പഠിക്കണം, കാരണം ആ മഖ്റജുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുമ്പോഴാണ് ആ അക്ഷരം നല്ലതുപോലെ കൃത്യമായി വെളിയിലേക്ക് വരിക. ഇപ്പോൾ വാവിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, മലയാളത്തിൽ വാ എന്നാ പറയണേ, വാ വാ മലയാളത്തിൽ പറയുമ്പോൾ. അറബിയില് വായാണ്, വ ചുണ്ടു പൊട്ടിക്കൊണ്ട്. മലയാളത്തിൽ വാ എന്ന് പറയും, അറബിയില് വാ എന്ന് പറയും. അത് മഖ്റജ് ഇൻഷാ അല്ലാഹ് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇത് ജസ്റ്റ് ഈ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം പറഞ്ഞെന്നുള്ളൂ. വേറെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. മലയാളത്തിലുണ്ട് അക്ഷരം, അറബിയിലും ഉണ്ട്. എന്നാൽ അറബിയിൽ പറയുന്ന രൂപത്തിൽ മഖ്റജ് ആയിരിക്കില്ല മലയാളത്തിൽ. അപ്പോൾ അങ്ങനെ ആ മഖ്റജ് മാറുമ്പോൾ ശബ്ദത്തിൽ വളരെ ചെറിയ തോതിലുള്ള വ്യത്യാസവും ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വ്യത്യാസം കറക്റ്റായി നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റായി ഉച്ചരിക്കുമ്പോഴാണ് നമ്മൾ ആ ഭാഷ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കുകയുള്ളൂ, ഉച്ചരിക്കാൻ പഠിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? വിഷയം ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ഫാത്തിഹ കുറച്ച് ഓതി വെച്ചിരുന്നു, ഞാൻ ഒന്നുകൂടി ഒന്ന് ഓതിത്തരാം. അതിനുശേഷം ഗ്രൂപ്പിലേക്ക് വോയിസ് ഇടാം. നിങ്ങളെല്ലാവരും അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഉസ്താദിന്റെ പേഴ്സണലായിട്ട് അയച്ചാൽ കുഴപ്പമില്ല. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله പറയരുത്, ബിസ്മില്ല നാവ് താഴ്ത്തി വെക്കണം. بسم الله الرحمن الرحيم. الحمد لله. അൽഹംദു ദമ്മ പറയുമ്പോൾ ചുണ്ട് നന്നായി വട്ടത്തിലാക്കി കുറുമിപ്പിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ റായല്ല റോ മുകളിലേക്ക് പറയണം. നാവിന്റെ ചുവട് ഭാഗം മുകളിലേക്ക് പൊങ്ങി നിന്നിട്ട് നമ്മുടെ വായിൽ കവിളിന്റെ ഭാഗത്ത് ശബ്ദം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. പറയരുത്, الرحمن الرحيم. مالك يوم الدين. യൗമി അല്ല യൗ, ചുണ്ട് വട്ടത്തിലാക്കണം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക്ക പറയരുത്. മലയാളത്തിലാണെങ്കിൽ ഇയ്യാക്ക ആ രീതി പറയരുത്. ഇയ്യാക്ക നാവും താഴ്ത്തി വെക്കണം, യായിലും കാഫിലും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്ത പറയരുത്, നസ്ത നാവ് താഴ്ത്തി. ഇയ്യാക ആ രീതിയിൽ പറയരുത്, മലയാള ശൈലിയിൽ പറയരുത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. وإياك نستعين. إياك نعبد وإياك نستعين. ക എന്ന പദം അറബിയിലില്ല, ക എന്ന അക്ഷരം അറബിയിലില്ല. അറബിയിൽ ഒന്നുകിൽ ഖ ആണുള്ളത്, ഖാഫ്, അല്ലെങ്കിൽ ക. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ക ഉണ്ട്. ക രണ്ടിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്, ഖാഫിന്റെയും കാഫിന്റെയും ഇടയിലുള്ളതാണ്. അത് അറബി ഭാഷയിൽ ഇല്ല. അറബി ഭാഷയിലുള്ളത് ഒന്നുകിൽ ഖാഫ് ആയിരിക്കും അല്ലെങ്കിൽ കാഫ് ആയിരിക്കും. ഇയ്യാക
إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصي സി പറയുന്നത് പോലെ അല്ല സി اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا اهدنا الصراط اهدنا الصراط ഉണ്ട് ത്വയല്ല തെറ്റാണ് എന്ന് പറയല് തെറ്റാണ് എന്നാ പറയുക മലയാളത്തില് എന്നാ പറയുന്നത് ത്വയല്ല നാവിന്റെ ചൂടുഭാഗം മുകളിലേക്ക് പൊങ്ങി നിൽക്കുക അപ്പോഴാണ് ആ ശബ്ദം ഉണ്ടാകുക اهدنا الصراط المستقيم اهدنا اهدنا الصراط صراط അവിടെ മുസ്തയല്ല നാമെ താഴ്ത്തി വെക്കുക മുസ്തഖീം اهدنا الصراط المستقيم ഇവിടം വരെ ഒന്ന് നല്ലതുപോലെ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.